മുഹദ്ദിസുകൾ പറയുന്നു, ഒരു മനുഷ്യന് വേണ്ടിയുള്ള ഏറ്റവും വലിയ 3 വേദനകൾ സഹിക്കുന്നത് പ്രിയപ്പെട്ട മാതാവാണ്. ഏതാണ് ഒന്നാമത്തെ വേദന? വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഖുർആനിന്റെ 16-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വവസൈനൽ ഇൻസാൻ ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹനിൻ വഫിസാലുഹു ഫീ അമൈൻ അൻഷ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗൗരവത്തോടെ കാലൊന്ന് തുറന്നു വെച്ചിട്ട് ഹൃദയ സാന്നിധ്യത്തോടെ കേട്ടോളോ. ഈ ബാധ്യത വിസ്മരിച്ചു കളഞ്ഞാൽ, ഈ ബാധ്യത മറന്നു കളഞ്ഞാൽ സ്വർഗം സ്വപ്നം കാണേണ്ടതില്ല. നമുക്കുള്ള സ്വർഗം അല്ലാഹു സംവിധാനിച്ചത് പ്രിയപ്പെട്ട ഉമ്മയുടെ കാൽ കീഴില. അൽ ജന്നത്തു തഹത അഖദാമിൽ ഉമ്മഹാത്ത്. ഉമ്മയുടെ കാലിനടിയിലാ സ്വർഗമെന്ന് പഠിപ്പിച്ച അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരുകയാണ്. ആ ഉമ്മയോടുള്ള ബാധ്യത നിർവഹിക്കാൻ മറന്നു പോകുന്ന ആധുനിക സമൂഹത്തിലെ മക്കളോട് വിളിച്ചു പറയണേ, ഇന്നുള്ള മക്കളുടെ അവസ്ഥ എന്താ? ഉമ്മ എന്ന് സ്നേഹത്തോടെ വിളിക്കാൻ പോലും സമയം കണ്ടെത്താത്ത എത്രയോ മക്കൾ ഭൗതിക താല്പര്യത്തിൽ, ഭൗതികതയുടെ പടപടപ്പിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മയുടെ കാൽ കീഴിലുള്ള സ്വർഗം സമ്മാനിക്കുന്ന പടച്ചിറപ്പിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയൂല കേട്ടോ. അല്ലാഹു പറയുന്ന ഒന്നാമതും നിന്റെ ഉമ്മ എന്ന് പറയാൻ കാരണമെന്തെന്ന് അല്ലാഹുവിൽ നിന്നുള്ള ഏറ്റവും വലിയ ആയത്തോടെയിട്ട് പരിശുദ്ധ റസൂല് പരിചയപ്പെടുത്തുന്നു. വവസൈനൽ ഇൻസാൻ, മനുഷ്യരോട് നാം ഉപദേശിച്ചിരിക്കുന്നു. എന്താ മനുഷ്യരോട് ഉപദേശിച്ചതോ? ബിവാലിദൈഹി, അവന്റെ മാതാപിതാക്കളോട് ബാധ്യത നിർവഹിക്കണമെന്ന. എന്നിട്ട് ഉമ്മയെ പരിചയപ്പെടുത്തിയിട്ട് പ്രപഞ്ചത്തിന്റെ സട്ടാവ് പറയുന്നു, നിന്റെ ഉമ്മ ആരെന്നറിയുമോ? ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹനിൻ. പ്രയാസങ്ങൾക്ക് മേലെ പ്രയാസം സഹിച്ച നിന്നെ ഗർഭം ചുമന്ന നിന്റെ ഉമ്മയുണ്ടല്ലോ, അല്ലാഹു പറഞ്ഞത് വഹനൻ അലാ വഹനിൻ. പ്രയാസങ്ങൾക്ക് മേലെ പ്രയാസം സഹിച്ച നിന്റെ ഉമ്മ നിന്നെ ഗർഭം ചുമന്നതാ. ഒരു ദിവസമല്ല പ്രയാസം സഹിച്ചതാ, 2 ദിവസമല്ല വിഷമങ്ങൾ പേറേണ്ടി വന്നതാ. 1 മാസമല്ല, 2 മാസമല്ല, 10 മാസത്തോളം നിന്റെ ഉമ്മ നിന്നെ ഗർഭം ചുമന്ന് നടന്നടാ. എത്രമേൽ വലിയ വിഷമമെന്നറിയുമോ? ബാധ്യത നീ നിർവഹിക്കുന്നു. കേൾക്കണോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ ഒരു മനുഷ്യൻ ഇങ്ങനെ കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തവാഫ് ചെയ്യുന്ന ആ സഹോദരനെ ശ്രദ്ധിച്ചപ്പോ, ആരോഗ്യമുള്ള പ്രിയപ്പെട്ട മാതാവിനെ ചുമലിലേറ്റിട്ട് തവാഫ് ചെയ്യുന്ന മനോഹരമായ കാഴ്ച കണ്ട പ്രവാചകർ ചോദിച്ചു, സഹോദരാ, ആരോഗ്യമുള്ള നിന്റെ മാതാവ്, ആരോഗ്യത്തിന് ഗാത്രയായ നിന്റെ മാതാവ്, നടക്കാൻ പ്രയാസമില്ലാത്ത നിന്റെ മാതാവ്, ചുറുചുറുക്കോടെ ഓടി നടക്കാൻ കഴിയുന്ന നിന്റെ ഉമ്മ, എന്തിനാണ് ഉമ്മയെ ചുമലിലേറ്റിട്ട് 7 തവണ ചുറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോ ആ സഹോദരൻ പറയുന്നു, എന്റെ ഉമ്മയോടുള്ള ബാധ്യത നിറവേറ്റുകയാണ്, എന്റെ ഉമ്മയോടുള്ള കടപ്പാട് നിറവേറ്റുകയാണെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹോദരാ, ഈ പരിശുദ്ധമായ കഅബ 7 തവണ ചുറ്റുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനം തവാഫ് ചെയ്യുന്ന ചുരുങ്ങിയ സമയത്ത് നിന്റെ ഉമ്മയെ നീ ചുമലിലേറ്റിട്ട് നടക്കുന്നുവെങ്കിലോ 10 മാസത്തോളം നിന്നെ ചുമന്ന ആ ബാധ്യതയ്ക്ക് പകരമാകൂല കേട്ടോ. 1 ദിവസമല്ലടാ നിന്നെ ചുമന്ന് നടന്നടാ. അത് പ്രയാസങ്ങൾക്ക് മേലെ പ്രയാസം സഹിച്ചുകൊണ്ടാ. ഉമ്മാക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ഉമ്മാക്ക് ശരിക്കൊന്ന് ഇരിക്കാൻ കഴിയുന്നില്ല, ശരിക്കൊന്ന് എണീറ്റ് നിൽക്കാൻ കഴിയുന്നില്ല, ശരിക്കൊന്ന് നടക്കാൻ കഴിയുന്നില്ല. ഭക്ഷണം കഴിച്ചാൽ അത് ഛർദ്ദിക്കുകയാണ്, ക്ഷീണിച്ച വിഷയാവുകയാണ്. എത്രമേൽ ക്ഷീണത്തിന് മേൽ ക്ഷീണം സഹിച്ചുകൊണ്ടാ നിന്നെ ഗർഭം ചുമന്ന നിന്റെ പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ, പരിശുദ്ധ റസൂല് പറയുകയാണ്, ഒന്നാമത് നിന്റെ ഉമ്മയോടുള്ള ബാധ്യതയാണ് ഏറ്റവും വലുതെന്ന് പറയാൻ കാരണം ഈ 10 മാസത്തെ കടപ്പാടാ, ഈ 10 മാസത്തെ വേദനയാ, ഈ 10 മാസത്തെ വിഷമമാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ രണ്ടാമതും അവിടുന്ന് പറയാൻ കാരണം എന്തെന്നറിയുമോ? സൂറത്തുൽ അഹ്കാബിൽ അല്ലാഹു പറയുകയാ, ഏറ്റവും വലിയ വിഷമം സഹിച്ചിട്ടാ നിന്നെ പ്രയാസപ്പെട്ട് പ്രസവിച്ചതും നിന്റെ ഉമ്മയാ. മരണവേദനയോടെ തുല്യമായ വേദന സഹിച്ചിട്ട് ഒരിക്കലൊരു സഹോദരൻ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിലൂടെ മഹാനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിലൂടെ നടന്നു വരുമ്പോ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട മാതാവിനെ രണ്ട് കയ്യിലും വാരിയെടുത്തുകൊണ്ട് നടക്കുകയാൽ ആ സഹോദരനോട് ചോദിക്കുന്നു, സഹോദരാ, എന്തിനാണ് എന്റെ മാതാവിനെ വാരിയെടുത്ത് നടക്കുന്നത്? മാതാവിന് അസുഖമുണ്ടോ? മാതാവിന് നടക്കാൻ കഴിയാത്ത പ്രയാസമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ സഹോദരൻ പറയുകയാണ്, എന്റെ ഉമ്മ എത്ര വേദന സഹിച്ചാ എന്നെ പ്രസവിച്ചതാ. എന്റെ ഉമ്മയുടെ കാലിനടി ഈ മണൽപ്പരപ്പിൽ തട്ടിക്കഴിഞ്ഞാൽ, ചുട്ടുപൊള്ളുന്ന ഈ മണൽപ്പരപ്പിലേക്ക് ഒരു മാംസക്കഷ്ണം വീണ് കഴിഞ്ഞാൽ അത് വെന്തുരുകുന്ന അത്രയും കഠിന ചൂടാ. എന്റെ ഉമ്മയുടെ കാലിനടിയിൽ ചൂട് വരുന്നതാ. എന്റെ ഉമ്മ വേദനിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്റെ ഉമ്മ എനിക്ക് വേണ്ടി എത്ര വേദന സഹിച്ചോ, ഞാൻ എന്റെ ഉമ്മാക്ക് പകരം വീട്ടുകയാണ്, അത് നിർവഹിക്കുകയാണെന്ന് പറയുമ്പോ മഹാനവറുകൾ അദ്ദേഹത്തോട് പറയുന്നു, സഹോദരാ, നീ എത്ര വേദന എന്റെ ഉമ്മാക്ക് സഹിച്ചാലും നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ച വേദനയ്ക്ക് സമാനമല്ലടാ. അതേക്കുറിച്ച് അല്ല പറഞ്ഞതാ, അല്ലാഹു നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ്